നമസ്കാരം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ പൊട്ടിത്തെറിയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇതിനിടയിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത് മുതിർന്ന നേതാക്കളാണ് എന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് കെ സുധാകരനെ ഈ മുതിർന്ന നേതാക്കൾ അനുനയിപ്പിച്ചത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇത്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ ആന്റണിയും അടക്കമുള്ളവരാണ് സുധാകരനെ അനുനയിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചത്. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിക്ക് ഫോൺ ചെയ്തു. രാഹുൽ ഗാന്ധിയോട് സുധാകരൻ പാർട്ടി വിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. സുധാകരനെ മത്സരിപ്പിക്കണമെന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം കെ സുധാകരന് മത്സരിക്കാൻ ഇളവ് നൽകുന്ന കാര്യത്തിൽ അംഗീകാരം നൽകാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പിടിവാശി പിടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും രമേശ് ചെന്നിത്തല സുധാകരന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി സതീശനാകട്ടെ സുധാകരൻ മാത്രമല്ല മറ്റ് പിമാർ മത്സരിക്കേണ്ട എന്ന കടുത്ത നിലപാടും സ്വീകരിച്ചിരുന്നു. പിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഖാർഗെയും ഉറച്ചു നിന്നത്. എന്നാൽ സുധാകരൻ പാർട്ടി വിടാൻ ഒരുങ്ങിയതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പിടിവാശി അവസാനിപ്പിച്ചുകൊണ്ട് സുധാകരന് വഴങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ KJ ജോർജ് എന്നിവർ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അടിയന്തര യോഗത്തിന് വേണ്ടി എത്തിയിരുന്നു. സുധാകരൻ മത്സരിക്കുന്നത് കണ്ണൂരിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഗുണം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ ഇന്ന് ഫോണിൽ വിളിച്ച് അറിയിച്ചു. ഇനിയും വൈകിക്കൂടാ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയെങ്കിലും കാത്തിരിക്കൂ എന്നായിരുന്നു രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്. ഒടുവിൽ കെ സുധാകരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കരുത് എന്നായിരുന്നു കെ ആന്റണി സുധാകരനെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. അഭ്യർത്ഥിക്കുകയായിരുന്നു കെ ആന്റണി സുധാകരനോട്. കാരണം വളരെ സങ്കീർണമായൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കെ ആന്റണി സുധാകരനെ ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചു. മത്സരിച്ചാൽ UDF പരാജയപ്പെടുമെന്നും ആന്റണി സുധാകരനോട് പറഞ്ഞു. ജീവൻ പണയപ്പെടുത്തി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പോരാടിയ ആളാണ് കെ സുധാകരൻ. എന്ത് പ്രയാസമുണ്ടായാലും പാർട്ടി തീരുമാനം അനുസരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നായിരുന്നു കെ സുധാകരനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കെ ആന്റണി മറുപടി പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കെ സുധാകരനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ സുധാകരൻ അനുകൂലികളുടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അങ്ങനെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതോടുകൂടി സുധാകരൻ പാർട്ടി വിടാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. മാത്രമല്ല സുധാകരനുമായി യോജിച്ച് പ്രവർത്തിക്കാൻ നിരവധി നേതാക്കൾ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരികയും അങ്ങനെ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ UDF ഈ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോകുമെന്ന് UDF നേതാക്കൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്കടക്കം അക്കാര്യം വ്യക്തമായി. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഉടൻ രാഹുൽ ഗാന്ധിയെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അങ്ങനെ മാറ്റേണ്ടി വന്നിരിക്കുകയാണ്.